സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സാക്ഷി ടിവിയുടെ ലൈവിലേക്ക് എവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. नरेंद्र मोदी जय जय नरेंद्र मोदी जय जय चंद्रशेखर जी जय जय चंद्रशेखर जी प्रो भारत माता की जय प्रो भारत माता की जय प्रो बीजेपी की जय वीर पताके पारो पताके वीर पताके पारो पताके वीर पताके पारो पताके वीर पताके पारो पताके नंगड़ा प्रियराम कावित पताके नंगड़ा प्रियराम कावित पताके ഞങ്ങളുടെ പ്രിയരാം കാവിറ്റ് മാതാവേ. BJPയുടെ 46ാമത് പതാക ദിനത്തോടനുബന്ധിച്ച് ചടയമംഗലം മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. जय बोलो बीजेपी के जय जय बोलो भारत माता के जय. ഇന്ന് ഏപ്രിൽ 6 ഭാരതീയ ജനതാ പാർട്ടിയുടെ 46ാമത് സ്ഥാപന ദിനമാണ്. നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ട് നമ്മളതിൻ്റെ ചടങ്ങ് മണ്ഡലത്തിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ആയിട്ടുള്ള ശ്രീ രാജേഷ് ചേട്ടനെ പ്രിയമുള്ളവരെ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടിട്ട് ഇന്ന് 4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. വെറും 1982 വെറും 2 പാർട്ടി മെമ്പർമാരുണ്ട് പാർലമെന്റ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് 25 വർഷം പിന്നിടുമ്പോൾ 10 വർഷം ഭരണം പിന്നിടുകയാണ്. ജനക്ഷേമ പദ്ധതികളുമായിട്ട് മോദി സർക്കാർ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതുപോലെ തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇടതുപക്ഷങ്ങളിൽ ഒന്നിച്ച് പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു പാർലമെന്റ് സീറ്റ് പോലും നമുക്ക് കൈക്കലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഏവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമേ അതുകൊണ്ട് നിർത്തുന്നു. മധ്യമാകും നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജേഷ് കുമാർ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പുൽശ്ശേരി ജയകുമാർ, അതുപോലെ ഇവിടെ സംസാരിച്ച അഭിഭാഷക പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ്, പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് മോഹൻപിള്ള, അതുപോലെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി എ വി ജിത്ത്, മണ്ഡലം ട്രഷറർ എം ഹരികുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് കുമാർ, അതുപോലെ പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പുരുഷോത്തമേണ്ണൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പള്ളിക്കാട് വാർഡ് മെമ്പറും പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റുമായിട്ടുള്ള പ്രസിഡന്റ് ശ്രീകുമാർജി, സോജൻ അടക്കം ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട നാട്ടുകാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക ദിനമാണ് ഏപ്രിൽ 6. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വീടുകളിൽ കൊടിയുയർത്തുകയും അതുപോലെ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് മണ്ഡലം കമ്മിറ്റിയുടെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ബൂത്ത് കമ്മിറ്റിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ കൊടി ഉയർത്തി ഇതുപോലുള്ള പരിപാടികൾ ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തും, കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നാനാഭാഗത്തും മുക്കിലും മൂലയിലുമൊക്കെ BJP പ്രവർത്തകർ ഈ ദിവസം ആഘോഷത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ചടയമംഗലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ ചടയമംഗലം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്രാവശ്യം BJP പ്രവർത്തകർ ഏറ്റെടുത്തു. കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ
ബി.ജെ.പിയുടെ പ്രവർത്തനം ഈ രാജ്യത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാലഘട്ടമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് വഖഫിനെതിരെയുള്ള പ്രമേയവും ബി.ജെ.പി. വഖഫ് ബില്ല് പാസാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കട്ടുമുടിക്കുവാൻ കോൺഗ്രസ്സുകാരൻ പരിശ്രമിച്ചപ്പോൾ അതിന് മുസ്ലിം ലീഗ് കൂട്ടുനിന്നുകൊണ്ട് ഈ രാജ്യത്തെ കട്ടുമുടിക്കുവാൻ, അഴിമതിയിലൂടെ കട്ടുമുടിക്കുവാനുള്ള വഖഫ് ബില്ലിനെ ഈ രാജ്യം പാസാക്കിക്കൊണ്ട്, കട്ടുമുടിക്കാൻ എതിർക്കുന്ന വഖഫ് ബില്ലിനെ രാജ്യം പാസാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും അതുപോലെ നമുക്കറിയാം, നേരത്തെ തന്നെ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, പൗരത്വ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതുപോലെ അത്തരത്തിലുള്ള അനവധി, അതുപോലെ GST, ഒരു രാജ്യത്ത് ഒന്നാകെ ഒരു GST, ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ള, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, ഈ രാജ്യത്തെ തീവ്രവാദ ഭീഷണികളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈ രാജ്യത്തെ ഈ ലോകത്തിന്റെ 1-ാം നമ്പർ ശക്തിയാക്കി മാറ്റി രാജ്യത്തിന്, ലോകത്തിന് വിശ്വഗുരുവാകുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് പ്രവർത്തിക്കുന്ന ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഈ പതാക ദിനത്തോടനുബന്ധിച്ച് ഈ യോഗം അവസാനിച്ചിരിക്കുന്നു. സാക്ഷി ടിവിക്ക് വേണ്ടി ചടവുകളിൽ നിന്ന് കുമാർ സൈനിങ് ഓഫ്.